ദൗത്യഭൂമിയിൽ നിൽക്കണമെന്ന അർജുന്റെ കുടുംബത്തിന്റെ ആവശ്യം നിരാകരിക്കില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നു. ദുരന്തഭൂമിയിലേക്ക് എത്തിയാൽ തടയില്ലെന്നും മന്ത്രി. രക്ഷാപ്രവർത്തനത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. കദംബ നേവൽ ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം സംസാരിച്ചു. ഇന്ത്യയിൽ എവിടെയാണോ മികച്ച സംവിധാനമുള്ളത് അത് കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. സാധ്യമാകുന്ന എല്ലാ ശ്രമങ്ങളും നടത്തി തന്നെ മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ മുന്നോട്ട് പോകണം. ഇതുവരെ ചെയ്തതുപോലെ തന്നെ ഒരു ടീമായി നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു പോകണമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ ഏത് സംവിധാനവും ഈ രക്ഷാദൗത്യ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുവരുന്നതിന് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ള നിലപാടാണ് കേരള സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതിനോട് പൊതുവെ എല്ലാവരും യോജിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് സാധ്യമാകുന്ന കാര്യങ്ങൾ ചെയ്യാം. യോഗത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ വേണ്ടി പറ്റില്ല. പരിശോധനയിൽ അസംതൃപ്തി അറിയിച്ചതായി മന്ത്രി എ കെ ശശീന്ദ്രൻ. ഉത്കണ്ഠയറിയിച്ച് സർക്കാർ കത്തയച്ചെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. കാരണം ഇതൊരു അസാധാരണമായ ഒരു ദുരന്തമാണ്. ആ ദുരന്തത്തിൻ്റെ വ്യാപ്തിയും വളരെ വലുതാണ്. അപ്പോൾ ആ ദുരന്തത്തെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളാണ് ഓരോ ദിവസവും ഉണ്ടായി വരുന്നത്. ഞങ്ങൾ കേരള ഗവൺമെൻറ് കർണാടക ഗവൺമെൻറ്റിനോട് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നും സൈന്യത്തെ ഇടപെടിക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ നമ്മൾ പരിശോധിച്ചത് നാട്ടറിവുള്ള സമൂഹത്തെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം പുഴയിലെ ഒഴുക്കുകളെക്കുറിച്ച് വിദഗ്ധന്മാർക്ക് അറിയുന്നതിനേക്കാൾ അതിൻ്റെ ഓരോ ചലനങ്ങളും കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് പെരുമാറാനും കഴിവുള്ളത് ആ പുഴയെ അറിയുന്നവരാണ്. ആ പുഴയെ അറിയുന്നവരുടെ സഹായം സ്വീകരിക്കുന്നത് നന്നായിരിക്കുമെന്ന് ഒരു നിർദ്ദേശം നമ്മൾ കൊടുത്തു. ആ നിർദ്ദേശം സ്വീകരിച്ചതായിട്ടാണ് കാണുന്നത്. അപ്പം ഞങ്ങളിപ്പം ഏത് കാര്യവും ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അത് പരീക്ഷിക്കാമോ? അപ്പോൾ പരീക്ഷിക്കുന്നത് വിജയിക്കുമെന്നോ തോൽക്കുമെന്നോ കണ്ടല്ല. അത് പരീക്ഷിച്ച് നോക്കിയാൽ വിജയിച്ചാൽ ഒരു നിർദ്ദേശത്തെ തള്ളിക്കളയാതെ സൂക്ഷിക്കണമല്ലോ. ഏത് നിർദ്ദേശവും സ്വീകാര്യമാണ് എന്ന നിലപാട് സ്വീകരിക്കുകയും ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു പരിപാടിയും ഒപ്പം തന്നെ ശാസ്ത്രീയമായ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്ന സംവിധാനവുമാണ് കൂട്ടിച്ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തനം നടത്തുന്നത്. ആ പ്രവർത്തനത്തിന് ഫലമുണ്ടാകുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേ ഇന്നലെ യോഗത്തിൽ തീരുമാനിക്കുന്നു പണ്ടൂൺ കൊണ്ടുവരാൻ, ബ്രിഡ്ജ് കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു. അത് ഇങ്ങോട്ടേക്ക് എത്തിയ ശേഷം പറയുന്നു അത്തരത്തിൽ സാങ്കേതിക വിദഗ്ധരുടെ കുറവുണ്ട് എന്ന്. യഥാർത്ഥത്തിലൊരു സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടെയല്ലേ കൊണ്ടുവരേണ്ടത്? അപ്പോൾ ബാലിശമായ ഒരു കാര്യങ്ങളാണ് പറയുന്നതെന്ന് നമ്മൾ ഈ പാന്തോൺ ഉപയോഗിക്കണമെന്നൊരു നിർദ്ദേശം അവർ സ്വീകരിച്ചു. ആ നിർദ്ദേശം പ്രാവർത്തികമാക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ഇങ്ങനൊരു സാങ്കേതിക പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. ആ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ അവർ സ്വീകരിക്കുന്നില്ല. അങ്ങനെയാണ് രാജസ്ഥാനിൽ നിന്നും ഒരു ടീമിനെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു നിർദ്ദേശവും അവർ തള്ളിക്കളയുന്നില്ല. അത് ജയിക്കില്ല എന്ന് മുൻവിധിയോടുകൂടിയല്ല ചെയ്യുന്നത്. പക്ഷേ അതിന് വേഗത വളരെ കുറയുന്നു എന്നുള്ളതാണ്. 12 ദിവസമായിട്ട് അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കേരളക്കാരെ തേടുകയാണ്. അപ്പോൾ ഓരോ സാധനവും ഇങ്ങനെ ഓരോ ദിവസവും കടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, നമ്മുടെ മുമ്പിൽ ഇത്തരം പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുക എന്നല്ലാതെ വേറെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. പിന്നെ ദൈവവിശ്വാസമുള്ളവർക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം, നമ്മളത് പ്രവർത്തിക്കണം. പക്ഷേ ഇത് ഞാൻ പറയാം, മുൻകൂട്ടി നിശ്ചയം. ഇപ്പോൾ ഇന്നലെ ഒരു നിർദ്ദേശം വന്നു, ആ നിർദ്ദേശം അവർ തള്ളിയില്ല. ആ നിർദ്ദേശം പ്രാവർത്തികമാക്കാൻ കഴിയുമോ? പ്രാവർത്തികമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചില ഇന്നിൻ്റെ പ്രയാസങ്ങളുണ്ടെന്ന് വന്നത്. അപ്പോൾ ആ പ്രയാസങ്ങൾ മറികടക്കാൻ എന്താ വേണ്ടത്? ആ നിലക്ക് ഉള്ളൊരു നടപടിക്രമമല്ലേ മനുഷ്യന് സാധിക്കുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ അവർ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഇതിൽ നമ്മൾ വിശ്വാസം അർപ്പിച്ച് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. ഈ മുഖ്യമന്ത്രി വീണ്ടും ഒരു കത്ത് അയക്കുന്നു. അപ്പോൾ ആ കത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതോടൊപ്പം അതിനെന്തെങ്കിലും മറുപടി ലഭിച്ചിട്ടുണ്ടോ? നാവികസേനയുടെ സേവനം കുറച്ചും കൂടി ഫലപ്രദമാക്കാൻ സാധ്യതയുണ്ടോ എന്ന് ആരായണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. മറുപടി കിട്ടിയോ എന്ന് എനിക്കറിയില്ല. ഈ സർക്കാർ, നിലവിൽ കർണാടക സർക്കാർ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തൃപ്തികരാണോ? ചില അസംതൃപ്തികളില്ല. അങ്ങനെയല്ല, അസംതൃപ്തിയല്ല. അത് എല്ലാവരിലും ഉള്ളതുപോലെ ഈ പരീക്ഷണത്തിൽ ഓരോന്നിലും നമ്മൾ വിജയിക്കാതെ പോകുമ്പോഴുള്ള ഉത്കണ്ഠയാണ് അതൃപ്തിയായി വരുന്നത്. അല്ലാതെ ആരോടെങ്കിലുമുള്ള പ്രതിഷേധമൊന്നുമല്ല. സ്വാഭാവികമായി ഇന്നും ഒന്നും നടന്നില്ല എന്ന് പറയുമ്പോൾ ഇന്ന് ബന്ധുക്കളും അറിവുള്ളവരും പരിചയക്കാരൊക്കെ നെടുവീർപ്പില്ല, ഒന്നും ആയില്ലല്ലോ. അത് പ്രതിഷേധമല്ല, അത് അവരുടെ മനസ്സിൻ്റെ ഉത്കണ്ഠയാണ്. ആ ഉത്കണ്ഠ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ ഉത്കണ്ഠ നിലനിൽക്കണമെങ്കിൽ അന്തിമമായൊരു തീരുമാനത്തിലേക്ക് എത്തിയാലേ പറ്റുള്ളൂ. അതുവരെ ഈ ഉത്കണ്ഠ നിലനിൽക്കും.
ആ ഉത്കണ്ഠയോട് ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് കൂടുതൽ നിർദ്ദേശങ്ങൾ ലഭിക്കുമ്പോൾ ആ നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. അതെ, നന്ദി. ഇപ്പോൾ മന്ത്രി ശരി, കർണാടകയിലെ ഷിരൂരിലെ തിരച്ചിൽ അത് ഇന്നും പ്രതിസന്ധിയിലാണ്. തിരച്ചിലിനിറങ്ങിയ മുങ്ങൽ വിദഗ്ധർ തിരിച്ചുകയറി. അടിയൊഴുക്ക് ശക്തമായതിനാലാണ് ഇറങ്ങാൻ കഴിയാത്തത്. തിരച്ചിൽ നടത്തുന്നതിനായി പ്രാദേശിക സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട്. സരീഷ് പി കെ ചേരുന്ന വിവരങ്ങളുമായി. സരീഷ്, ഇന്നും പ്രതിസന്ധിയാണ് ഈ ഷിരൂരിൽ. വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ, അടിയൊഴുക്ക്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എന്തൊക്കെയാണോ നമ്മൾ കാണുന്നത് ആ കാര്യങ്ങൾ തന്നെ ഈ 12ാം ദിവസവും ദൗത്യം കടക്കുമ്പോൾ പ്രതികൂലമായി നിലനിൽക്കുന്നുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസ് അതൃപ്തി അറിയിച്ചു കഴിഞ്ഞു. പക്ഷേ കർണാടക സർക്കാർ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിനെ പൂർണ്ണമായും തള്ളിക്കളയാതെയായിരുന്നു AK ശശീന്ദ്രന്റെ പ്രതികരണം. ഇനി എങ്ങനെയാണ് ഇന്നത്തെ ദൗത്യത്തിന്റെ മുന്നോട്ട് പോക്ക്? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിലവിൽ ഇന്നും പ്രതിസന്ധിയായി നിൽക്കുന്നത് ഈ അടിയൊഴുക്ക് തന്നെയാണ്. ഒരു തരത്തിലും നാവികസേനാംഗങ്ങൾക്ക് ഇറങ്ങാൻ സാധിക്കാത്ത അത്ര രീതിയിലുള്ള അടിയൊഴുക്ക് ഇപ്പോഴുമുണ്ട്. നിലവിൽ 6.5 നോട്ടിക്കൽ മൈൽ വേഗതയിലാണ് ഈ ഒഴുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും നേവി ഉദ്യോഗസ്ഥർ പറയുന്ന ഒരു കാര്യമുണ്ട്, 2.5 വരെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇറങ്ങാനാകും, പക്ഷേ അതിനപ്പുറത്തേക്കാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലാകും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പുറത്തു നിന്നുള്ള മുങ്ങൽ വിദഗ്ധർ ഈ പ്രദേശത്തെക്കുറിച്ച്, ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു സാഹചര്യത്തെക്കുറിച്ച്, ഈ പുഴയെക്കുറിച്ചൊക്കെ അറിയുന്ന ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ പറയുന്നത് ഈ 11 മണിയോടെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും, അതിനുശേഷം ഈ കാര്യത്തിൽ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കും എന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത് ഈ അടിയൊഴുക്ക് തന്നെയാണ്. ഇപ്പോഴും ജില്ലാ കളക്ടറുമായി നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത്, വിദഗ്ധരുമായി അഭിപ്രായം തേടണം. ഏതെങ്കിലും സാഹചര്യത്തിൽ അവരെ ഇറക്കുന്ന സംഭവത്തിൽ അല്ലെങ്കിൽ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും അവരെ അങ്ങോട്ടേക്ക് ഇറക്കാനാവില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. കാരണം വലിയ അടിയൊഴുക്കുണ്ട്. ഏങ്കർ ഇറക്കിക്കൊണ്ടുള്ള പരിശോധന അത് എത്രത്തോളം പ്രാവർത്തികമാണ്, അല്ലെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കാനാകുമോ, ആ മേഖലയിൽ ഏങ്കർ ഇറക്കിയുള്ള പരിശോധന സാധ്യമാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇപ്പോഴും സംശയമായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അവരെ ഇറക്കുന്ന കാര്യം നാവികസേനയുടെ വിദഗ്ധരുമായി ചർച്ച നടത്തണം. അതിനുശേഷം മാത്രമേ ഏതെങ്കിലും കാര്യത്തിലൊരു തീരുമാനമെടുക്കാനാകൂ എന്നുള്ളതാണ് അല്പസമയം മുൻപ് ജില്ലാ കളക്ടർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അതൊരു പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുന്നു. അവരെത്തി എന്നതുകൊണ്ട് മാത്രം ഒരു പ്രവർത്തനത്തിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ മന്ത്രിമാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് വേഗതയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നത്. ഓരോ കാര്യങ്ങളിലും അല്ലെങ്കിൽ യോഗങ്ങളിലെടുത്ത തീരുമാനങ്ങൾ പോലും പ്രാവർത്തികമാക്കുന്നതിൽ കാലതാമസം ഉണ്ടാവുന്നു. കാരണം ഇന്നലെയാണ് ഈ ഫണ്ടൂൺ, അതായത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചത്. പക്ഷേ ആ ബ്രിഡ്ജ് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവർ ഒരു സാങ്കേതിക തടസ്സം പറയുകയാണ്, ടെക്നിക്കൽ സ്റ്റാഫ് ഇല്ല എന്ന് പറയുകയാണ്. ഒരിക്കൽ പോലും അംഗീകരിക്കാനാവാത്ത ഒന്നല്ല അത്. ഇപ്പോൾ സാങ്കേതിക വിദഗ്ധരോട് ഉൾപ്പെടെയാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കൊണ്ടുവരേണ്ടത്. കാരണം അർജുനോടൊപ്പം തന്നെ രണ്ടുപേരെയും കണ്ടെത്താനുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. സ്വാഭാവികമായും കാലതാമസം നേരിടുന്നതിനനുസരിച്ച് അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാലതാമസം അംഗീകരിക്കാനാവില്ല. അത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഏതെങ്കിലും ഒരു തീരുമാനം യോഗത്തിൽ കൈക്കൊണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് സമയബന്ധിതമായി പൂർത്തിയാക്കണം എന്നുകൂടി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ നേവിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിട്ടുണ്ട്. സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, കൂടുതൽ ഏതെങ്കിലും തരത്തിൽ മുങ്ങൽ വിദഗ്ധരെയോ അല്ലെങ്കിൽ മറ്റ് ആളുകളെയോ ഇവിടേക്ക് എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ചെയ്യും. അതുമായി ബന്ധപ്പെട്ട് കദംബ ഉൾപ്പെടെയുള്ള മേഖലകളിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നവർ പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ എടുത്തു പറഞ്ഞത്, ഇന്ന് ഈ മത്സ്യത്തൊഴിലാളികളെ ഇടപെടുത്തിക്കൊണ്ടുള്ള പരിശോധന നടത്തുന്നതോടൊപ്പം തന്നെ നേവി ഉദ്യോഗസ്ഥർ ഒരിക്കൽ കൂടി ഈ മേഖലയിലെത്തും, ആ മേഖലയിൽ പരിശോധന നടത്തും. എന്തെങ്കിലും സാഹചര്യം അനുകൂലമായി ഉണ്ടെങ്കിൽ ആ അനുകൂലമായ സാഹചര്യം പ്രയോജനപ്പെടുത്തും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. കൂടുതൽ മന്ത്രിമാർ ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തുന്നുണ്ട്. കർണാടക മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഈ മേഖലയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും വലിയ പ്രതിസന്ധി ഇല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കുക. നിലവിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നേരത്തെ മന്ത്രിയും ജില്ലാ കളക്ടറും ഒക്കെ സൂചിപ്പിച്ചതുപോലെ
6 മുകളിലാണ്, 6 നോട്ടിക്കൽ മൈലിന് മുകളിലാണ് ഇപ്പോഴത്തെ അടിയൊഴുക്ക് എന്ന് പറയുന്നത്. അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് വലിയ പ്രതിസന്ധിയാണ്. അതോടൊപ്പം ഈ പ്ലോട്ട്, അതായത് ഈ ബ്രിഡ്ജ് കൊണ്ടുവരാം എന്ന് പറഞ്ഞെങ്കിൽ പോലും അതിനുള്ള സാധ്യതയും ഇപ്പോൾ മങ്ങുകയാണ്. അപ്പോൾ സ്വാഭാവികമായും രാജസ്ഥാനിൽ നിന്ന് സംഘം ഇങ്ങോട്ടേക്ക് എത്തണം. അവരെത്തിയതിനു ശേഷം വിദഗ്ധരുമായ അഭിപ്രായം തേടണം. അവരുടെ അഭിപ്രായത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായും ഇത് വീണ്ടും വൈകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മുങ്ങൽ വിദഗ്ധരെ എത്തിച്ചിട്ടുണ്ട്. ഈ സ്വകാര്യ മേഖലയിലെ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളെയാണ് എത്തിച്ചിരിക്കുന്നത്. അവർക്ക് എത്രത്തോളം ഇത് കാണാനാവും എന്നുള്ളത് നമ്മളിപ്പോൾ കളക്ടറുമായി സംസാരിച്ചപ്പോൾ കളക്ടർ പറഞ്ഞത് ഈ സംഭവത്തിൽ ഇവർക്ക് ഇറങ്ങാൻ സാധിച്ചാലും 12ാം ദിവസവും ഈ ദൗത്യം തടസ്സപ്പെടുന്ന കാഴ്ച, അല്ലെങ്കിൽ ദൗത്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത കാഴ്ചകൾ തന്നെയാണ് കാണുന്നത്. പുഴയിലെ അടിയൊഴുക്ക് ശക്തമാണ്. ഡൈവേഴ്സിന് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിവിശേഷം തന്നെയാണ്. അവരുടെ ജീവന് പോലും അപകടമുണ്ടാക്കുന്ന സമയം. അതിനാൽ ഈ അടിയൊഴുക്ക് കുറഞ്ഞെങ്കിൽ മാത്രമേ ഈ ദൗത്യം നല്ല രീതിയിൽ ഫലപ്രദമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഇനി മറ്റൊരു പ്രതികരണം എന്ന് പറയുന്നത് എം കെ രാഘവൻ്റേതാണ്. ലോറി ഉൾപ്പെടെ കണ്ടെത്തിയ 4 പോയിന്റുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നും സാധ്യമായതെല്ലാം ചെയ്യുമെന്നുമാണ് എം കെ രാഘവൻ പറഞ്ഞത്. അവർ 4 പോയിന്റ് ഐഡൻറ്റിഫൈ ചെയ്തു. 4 പോയിന്റ്. ആ 4 പോയിന്റിൽ ലോറി ഉൾപ്പെടെ അവർക്ക് കണ്ടെത്താൻ സാധിച്ചു. പക്ഷെ അവിടുത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഇന്ന് ഞാൻ രാവിലെ വിളിക്കുമ്പോൾ നേവി ഇറങ്ങി തിരിച്ചു കയറി. കാരണം അവിടെ ഈ അണ്ടർ കറണ്ട് അതിശക്തമാണ്. 6 to 8 നോട്ട്സാണ് അണ്ടർ കറണ്ട്. ഈ നേവിക്ക് ഡൈവേഴ്സിന് ഇറങ്ങാൻ പറ്റാവുന്ന നോട്ട്സ് 2.5 ആണ്. 3 നോട്ട്സ് ആണെങ്കിൽ അത് വളരെ നമുക്ക് അവരുടെ സുരക്ഷയും കൂടെ നോക്കേണ്ട വിഷയമാണ്. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. 2.5 മാത്രം ഇറങ്ങാൻ പറ്റുക. പക്ഷേ ഇത് 6 to 8 നോട്ട്സ് ഉണ്ട് അവിടെ അണ്ടർ കറണ്ട്സ്. ഇറങ്ങാൻ കഴിയില്ല. അങ്ങനെ ഒടുവിൽ ഇന്നലെ ഞങ്ങൾ തീരുമാനിച്ചത് ഈ ഫ്ലോട്ടിംഗ് വെസൽ ഉണ്ടാക്കുക. ഇപ്പോൾ ഗോവയിൽ നിന്ന് എല്ലാം വന്നു. ഇന്നിപ്പം ഫ്ലോട്ടിംഗ് വെസൽ വെച്ചുകൊണ്ട് ഓരോ പോയിന്റിലും ഈ ഇരുമ്പിൻ്റെ റോഡ് ഇറക്കിക്കൊണ്ട് ആളുകൾ ഇറക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. അതാണ് ഇപ്പോഴവിടെ എടുത്ത തീരുമാനം.